ദൈവമേ ഇന്ന് പരിശോധന ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? രണ്ടു തരം ആൾക്കാരുള്ളൂ. പേഴ്സൺ ഹൂ സെർവിംഗ് ഇറ്റ്, പേഴ്സൺ ഹൂ കൺസ്യൂമിംഗ് ഇറ്റ്. ഇത് മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്. അതാണ് ഗവൺമെന്റ്. ലോകത്ത് ഏതൊരു രാജ്യത്താണെങ്കിലും ആ രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാർക്ക് കിട്ടുന്ന ഭക്ഷണം സുരക്ഷിത. ഏത് ലെവലാ നിങ്ങൾ പങ്കെടുക്കുന്നത്? അഡ്വാൻസ് മാനുഫാക്ചറിംഗ്. ഞാൻ കരുതുന്നത് സൂപ്പർവൈസർ ആയിട്ടുള്ള so every industry you have to keep these 5 documents. ക്ലാസ് ഒക്കെ നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഫസ്റ്റ് ഫുൾ എക്സാമ്പിൾസ് ആയിരുന്നു, റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ച് പറഞ്ഞോണ്ട് ഇതും കണക്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് ഫുള്ള് മനസ്സിലായത്. ഞാൻ ഓൺലൈനായിട്ട് ഫുഡ് സേഫ്റ്റി എടുത്ത ആളാണ്. പക്ഷെ ഒന്നുകൂടി ഓഫ്ലൈൻ ക്ലാസ് കിട്ടിയപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റി. இண்டஸ்ட்ரியில் ஒர்க் பண்ணும்போது எப்படி ஒரு சாம்பிளிங் கலெக்ட் பண்றது, எப்படி டாக்குமெண்டேஷன் மெயின்டைன் பண்ணணும், எல்லாமும் ஈஸியா മനസ്സിലാകുന്ന மாதிரி പറഞ്ഞു. സൈറ്റിനെ കണക്ട് ചെയ്തിട്ടു അത് ജോലി ഓപ്പർച്യൂണിറ്റികൾ നോക്കുക, മാക്സിമം എഫേർട്ട് എടുക്കുക. സോ എന്ത് ജോലിയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. വി ആർ ഹ്യൂമൻസ്, വി ക്യാൻ അഡാപ്റ്റ് എവറി സിറ്റുവേഷൻ. ഇന്ന ജോലിയിൽ ഞാൻ കൈരോട് വാശി പിടിക്കണ്ട. ഒരിക്കലും ഫുഡ് ഇൻഡസ്ട്രിയിൽ അങ്ങനെയല്ല. ഒരു സ്ഥലത്ത് ലോക്കായി കഴിഞ്ഞാൽ അതന്നെ ലൈഫ് അങ്ങനെ ആവുന്ന ഒരിക്കലും ഇല്ല. കാരണം ഞാൻ എല്ലാ സെഗ്മെന്റിലും വർക്ക് ചെയ്ത ആളാണ്. സോ നല്ല ടീമായിരുന്നു, എന്നോട് പറയായിരുന്നു. സോ താങ്ക് യു വൺസ് അഗൈൻ.